ശാരദ പറഞ്ഞത് കേട്ട് മുറിയിലിരുന്ന കാത്തു ഞെട്ടിപ്പോയി. തന്റെയും ശ്യാമിന്റെയും വിവാഹം നടത്താനാണ് ശാരദ അപ്പച്ചിയുടെ പ്ലാൻ. കാര്യങ്ങൾ തന്റെ വരുതിയിലേക്ക് അടുപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിരിക്കുന്നു. പക്ഷെ താൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. ശ്യാമിനെ കെട്ടുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. കണ്ണനെ ചതിക്കാൻ തനിക്കൊരിക്കലും കഴിയില്ല. ആരും നിർബന്ധിച്ചിട്ടല്ല തങ്ങൾ പ്രണയിച്ചത്. പ്രണയിക്കുന്നത് ഒരു കുറ്റമാണോ? അത് കുറ്റമാണെങ്കിൽ യഥാർത്ഥ കുറ്റക്കാരൻ ആ പ്രണയത്തിന്റെ വിത്തുകൾ തങ്ങളുടെ മനസ്സിലേക്ക് പാകിയ ദൈവമാണ്. എത്ര യുദ്ധം ചെയ്യേണ്ടി വന്നാലും ഇനി മരിക്കേണ്ടി വന്നാലും ഈ കല്യാണത്തിന് താൻ സമ്മതിക്കില്ല എന്ന് കാത്തു നിശ്ചയിച്ചു. ഈ സമയം തന്റെ വീട്ടിൽ അശാന്തമായ ചിന്തകളുമായി ഇരിക്കുകയായിരുന്നു കണ്ണൻ. ശശിമേശ്വരിയും മറ്റു കൂട്ടുകാരും താനും കാത്തുവുമായുള്ള പ്രണയം അവരിൽ നിന്ന് ഒളിച്ചു വച്ചതിൽ നീരസത്തിലാണ്. അവരുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ തന്നോട് ദേഷ്യം തോന്നാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ട്. തനിക്ക് വേണ്ടി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊല്ലാനും ചാവാനും ഒരുങ്ങി ഇറങ്ങിയവരാണവർ. താൻ ഈ പ്രണയത്തിന്റെ കാര്യം ഒളിച്ചു വച്ചത് അവരെ അന്യരായി കണ്ടതുകൊണ്ടാണ് എന്നവർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. കോളേജിൽ ആനന്ദിനെ തല്ലാൻ വന്നപ്പോൾ പോലും ശശിമേശ്വരിയോട് താൻ ഈ കാര്യം പറഞ്ഞില്ല. വിഷമം കാണും എല്ലാവർക്കും. പക്ഷെ ആ സമയത്തെ തന്റെയും കാത്തുവിന്റെയും മാനസികാവസ്ഥ, തങ്ങൾ നേരിട്ട അപകടഭീതി, അതൊക്കെ പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളും. സമയം കിട്ടുമ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും അവരുടെ സൗഹൃദത്തെ താൻ എത്ര വിലമതിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നും കണ്ണൻ ഉറപ്പിച്ചു. തന്റെയും കാത്തുവിന്റെയും പ്രണയത്തിന് ഇനി എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് അവനൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. തന്റെ വീട്ടിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കാത്തുവിന്റെ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കാം. ശ്യാമിനെ തല്ലിയത് ഉറപ്പായും പോലീസ് കേസാകും. തല്ലിയവരെ തിരക്കി പോലീസുകാർ ചെമ്പകത്തോപ്പിൽ വരുമ്പോൾ നാട്ടിലുള്ളവരെല്ലാം ഇക്കാര്യം അറിയും. മാധവേട്ടൻ ഇക്കാര്യം അറിഞ്ഞാൽ തന്നെ കാണാൻ വരും. എന്തു മറുപടിയാണ് അദ്ദേഹത്തോട് പറയേണ്ടത് എന്ന് യാതൊരു നിശ്ചയവുമില്ല. കാത്തുവിന്റെ വിവാഹം ഉടനെ അവർ നടത്തുമോ? കാത്തുവിനെ അവർ നിർബന്ധിച്ച് വിവാഹത്തിന് സമ്മതിപ്പിക്കുമോ? ചിലപ്പോൾ അച്ഛനും അമ്മയും ആത്മഹത്യ ഭീഷണി മുഴക്കിയാൽ അവൾ കല്യാണത്തിന് സമ്മതിച്ചു പോയാലോ? എങ്കിൽ താൻ എന്തു ചെയ്യും? അവന്റെ നെഞ്ചിനകം വിങ്ങി. കണ്ണേട്ടാ! ആ വിളി കേട്ട് തലകൊമ്പിട്ടിരിക്കുകയായിരുന്ന കണ്ണൻ മുഖമുയർത്തി നോക്കി. നന്ദിനിയാണ്. അവളുടെ മുഖം കരഞ്ഞു വെങ്ങിയിരിക്കുന്നു. എന്തു പറ്റിയ കുട്ടിക്ക്? അവൻ അമ്പരന്നു. എന്താ നന്ദിനി? കണ്ണൻ ചോദിച്ചു. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? നീ എന്താ കേട്ടത്? കണ്ണേട്ടനും മാധവേട്ടന്റെ മകളും തമ്മിൽ? നിന്നോട് ഇതാരു പറഞ്ഞു? നന്ദു. അവൻ നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയാണെന്ന് തോന്നുന്നു. നന്ദുവിനോട് അവന് ദേഷ്യം തോന്നി. നന്ദു ചുമ്മാ പറഞ്ഞതായിരിക്കുമല്ലേ? അവൾ പ്രതീക്ഷയോടെ കണ്ണനെ നോക്കി. നന്ദിനി, അത് ശരിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഞങ്ങൾ തമ്മിൽ. കണ്ണൻ പറഞ്ഞത് കേട്ട് നന്ദിനി ഒന്ന് നടുങ്ങി. അവസാന പ്രതീക്ഷയും അറ്റുപോയത് കൊണ്ടാകണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനാ നന്ദിനി നീ കരയുന്നത്? കണ്ണന് അവൾ കരയുന്നതിന്റെ കാര്യം മനസ്സിലായില്ല. കണ്ണേട്ടന് ഒന്നും അറിയില്ലല്ലേ? കണ്ണേട്ടന്റെ ഹൃദയം കരിങ്കല്ലാണോ? വേറൊരു പ്രണയമുണ്ടായിരുന്നെങ്കിൽ കണ്ണേട്ടൻ എനിക്കെന്തിനാശ തന്നു? ഞാൻ ആർക്കും ഒരു ശല്യമുണ്ടാകാതെ ഒതുങ്ങി കഴിഞ്ഞുകൂടി പോവുകയല്ലായിരുന്നോ? എന്തിനെന്നെ ഈ മനോവ്യഥയിലേക്ക് വലിച്ചിട്ടു? അവൾ കരച്ചിലിന് ഇടയിലൂടെ പറഞ്ഞു. ഞാൻ ആശ തന്നോ? കണ്ണൻ അമ്പരന്നു. അതെ. ദൈവദോഷം പറയല്ലേ നന്ദിനി. ഞാൻ എപ്പോഴാ അങ്ങനെ നന്ദിനിയോട് പെരുമാറിയിട്ടുള്ളത്? ഗിരീഷ് ഏട്ടൻ പറഞ്ഞല്ലോ കണ്ണേട്ടന് എന്നോട് സ്നേഹമാണെന്ന്. ഗിരീഷ് പറഞ്ഞെന്നോ? കണ്ണൻ ആശ്ചര്യപ്പെട്ടു. ഗിരീഷ് ഏട്ടൻ എന്നോടല്ല, അനിയത്തി മഞ്ജുവിനോടാ പറഞ്ഞത്. മഞ്ജു ഇതെന്നോട് പറഞ്ഞ ദിവസം മുതൽ കണ്ണേട്ടനെ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുകയാ. ഊണിലും ഉറക്കത്തിലും പോലും എന്റെ മനസ്സിൽ കണ്ണേട്ടന്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദിനി, ഇതൊന്നും എനിക്ക് അറിവുള്ള കാര്യങ്ങളല്ല. കണ്ണൻ തന്റെ നിരപരാധിത്വം അവളെ ബോധ്യപ്പെടുത്താൻ നോക്കി. കണ്ണേട്ടൻ കള്ളം പറയുക. ഇവിടെ കണ്ണേട്ടന്റെ അമ്മയും അച്ഛനും വരെ എന്നെ കണ്ണേട്ടന്റെ പെണ്ണായിട്ടാ കണ്ടിട്ടുള്ളത്. ഇനി മാധവേട്ടന്റെ മോളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക് കണ്ണേട്ട. കണ്ണേട്ടന് കൂടുതൽ ചേരുന്നത് ഞാനല്ലേ. എന്നെ ഉപേക്ഷിക്കരുതേ കണ്ണേട്ട. അവൾ കണ്ണന്റെ മനസ്സ് മാറ്റാനായി പറഞ്ഞുകൊണ്ടേയിരുന്നു. നന്ദിനിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കണ്ണന് ഒരു വ്യക്തതയുമില്ലായിരുന്നു. അറുത്തുമുറിച്ച് വല്ലതും പറഞ്ഞാൽ പെണ്ണ് ജീവിതമോ മറ്റോ അവസാനിപ്പിച്ചാലോ? എങ്കിൽ തനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. പ്രണയ നിഷേധം തരുന്ന വേദന അത് വലുതാണ്. മനക്കട്ടിയില്ലാത്തവർക്ക് അതിനെ അതിജീവിക്കാനാകില്ല. നന്ദിനി ഇപ്പോൾ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകൂ. ഞാൻ നാളെ നന്ദിനിയെ കാണാൻ അങ്ങോട്ട് വരാം. കണ്ണൻ അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. വരുമല്ലോ? വരും. വരുമ്പോ എന്താ ഞാൻ കണ്ണേട്ടന് ഉണ്ടാക്കി വയ്ക്കേണ്ടത്? കടലപ്പായസം മതിയോ? ഒന്നും വേണ്ട. വേണം, ഞാൻ ഉണ്ടാക്കി വയ്ക്കും. നന്ദിനി മടക്കി കിട്ടിയ പ്രതീക്ഷകളോടെ ആ വീടിന്റെ പടികളിറങ്ങി. അവൾ പോകുന്നത് നോക്കി നിൽക്കെ കണ്ണന്റെ മനസ്സിൽ നന്ദിനിയെക്കുറിച്ചോർത്ത് സങ്കടം നിറഞ്ഞു.
പാവം കുട്ടി. കേട്ടതൊക്കെ അവൾ വിശ്വസിച്ചു പോയി. അല്ലാതെ ഒരു തെറ്റും ഈ സാധു ചെയ്തിട്ടില്ല. പക്ഷേ കാത്തുവിനെ ഉപേക്ഷിക്കാനോ നന്ദിനിയെ സ്വീകരിക്കാനോ തനിക്കൊരിക്കലും സാധിക്കുകയില്ല. ഇതിനൊക്കെ കാരണക്കാരൻ ആ വിടുവായൻ ഗിരിയാണ്. അവനെ ഒന്ന് കാണണം. കണ്ണൻ ദേഷ്യത്തോടെ എണീറ്റു. പ്രശ്നമുണ്ടാക്കിയത് അവനാണ്. പരിഹാരവും അവൻ തന്നെ കാണണം. കണ്ണൻ ഇടവഴിയിലേക്കിറങ്ങി ഗിരീഷിന്റെ വീട്ടിലേക്ക് നടന്നു. 2 എണ്ണം പൊട്ടിച്ചായാലും ശരി, ഗിരിയെ കൊണ്ട് നന്ദിനിയോട് സംസാരിപ്പിക്കണം. അവൻ സത്യങ്ങൾ അവളോട് പറയട്ടെ. കടിച്ച പാമ്പ് തന്നെ വിഷവും ഇറക്കട്ടെ. മനുഷ്യൻ ഇപ്പോൾ തന്നെ ഒരു പ്രശ്നത്തിൽ പെട്ടുകിടക്കുകയാണ്. അപ്പോഴാണ് അടുത്തൊരു പ്രശ്നം. രണ്ടാമത് വന്ന കുരുക്ക് ആദ്യം അഴിക്കാൻ നോക്കാം. നീ എവിടെ പോകുന്നു? നന്ദുവാണ്. അവൻ ഒരു കൈലി മാത്രം എടുത്ത് എതിരെ വരുന്നു. കുളിക്കാൻ മഞ്ചാടിത്തോട്ടിൽ പോകുന്ന പോക്കാണെന്ന് തോന്നുന്നു. നന്ദു, നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. കാശാണെങ്കിൽ എന്റെ കയ്യിലില്ല. നന്ദു കൈമലർത്തി. കാശല്ല, പിന്നെ നിന്റെ മുതുക്. എന്തിന്? എനിക്കിടിക്കാൻ. ഇടിയെന്ന് കേട്ടപ്പോൾ നന്ദുവിന്റെ മുഖത്ത് ഭയം നിറഞ്ഞു. നന്ദു പേടിയോടെ പറഞ്ഞു, നീ കാര്യം പറ. എന്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം. എന്തിനാ വെറുതെ കയ്യാങ്കളിയിലേക്കൊക്കെ പോയി നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കുന്നത്? ഞാനും കാത്തുവും തമ്മിൽ സ്നേഹത്തിലാണെന്ന് നീ എല്ലാവരോടും പറഞ്ഞു നടക്കുകയാണെന്ന് കേട്ടു. ഓ, അതാണോ കാര്യം? അത് ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ? അതിപ്പോ ഈ നാട്ടിൽ മുഴുവൻ പാട്ടല്ലേ? അതുമല്ല കണ്ണ, ഞാനിത് നാടാകെ പറഞ്ഞു പരത്തുന്നത് ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ്. എന്തു തന്ത്രം? കാത്തുവിന് അവളുടെ വീട്ടുകാർ വേറെ കല്യാണം ആലോചിക്കുകയാണെന്നൊക്കെ കേട്ടു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാൽ കാത്തുവിന് വരുന്ന ആലോചനകളൊക്കെ മുടങ്ങും. അല്ലെങ്കിൽ ഇത് പറഞ്ഞു നമ്മൾ മുടക്കും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നന്ദു തന്റെ ബുദ്ധിശക്തിയെപ്പറ്റി ഓർത്ത് അഭിമാനം കൊണ്ടു. കാത്തുവിനെ വേറെ കെട്ടിച്ചുവിടുമെന്നോ? എനിക്ക് അവളെ നഷ്ടപ്പെടുമോ? ആശയറ്റവനെ പോലെ കണ്ണൻ ചോദിച്ചു. ഞാൻ ജീവനോടെ ഇരിക്കുകയല്ലേ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. കാത്തുവിനെ നീ തന്നെ കെട്ടും. നീയേ കെട്ടു. നന്ദു കണ്ണന് ധൈര്യം പകർന്നു. നീ എങ്ങോട്ട് പോകുന്നു? നന്ദു ചോദിച്ചു. ഗിരിയുടെ വീട്ടിലേക്ക്. അവൻ വല്ലാത്ത ഒരു ഏടാകൂടത്തില് എന്നെ കൊണ്ട് ചാടിച്ചിരിക്കുക. നന്ദു ചോദ്യഭാവത്തിൽ കണ്ണനെ നോക്കി. എനിക്ക് നന്ദിനിയോട് പ്രേമമാണെന്ന് അവൻ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു. എന്ത് തന്തയില്ലായ്മയാണ് അവനീ കാട്ടിയത്? അപ്പോൾ നന്ദു പറഞ്ഞു, നീയും കാത്തുവും തമ്മിൽ സ്നേഹത്തിലാണെന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. കാര്യം ഇത് തന്നെ. നീയും നന്ദിനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നായിരുന്നു ഇവിടെയൊക്കെ സംസാരം. അമ്പലത്തിൽ വെച്ച് നീ തല്ലിയ ദേഷ്യത്തിന് ആ ഗിരി തന്നെ ഇത് പറഞ്ഞു പരത്തിയത്. ഇതവനോടൊന്ന് ചോദിക്കണം. കള്ളം പറഞ്ഞു പരത്തിയ അവന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. കണ്ണൻ ദേഷ്യത്തോടെ മുന്നോട്ട് നടന്നു. എടാ, ഞാനും വരാം. തല്ലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഇപ്പോൾ തന്നെ നീയാകെ പ്രശ്നത്തില. ഇനി പുതിയൊരു പ്രശ്നം കൂടി എടുത്ത് തലയിൽ വയ്ക്കണ്ട. നന്ദു കണ്ണന്റെ പിന്നാലെ കൂടി. കണ്ണൻ അതൊന്നും ശ്രദ്ധിക്കാതെ വേഗതയിൽ നടന്നു. നന്ദു അവന്റെ പിറകെ ഓടി. കണ്ണനെ അനുനയിപ്പിക്കാനായി നന്ദു പറഞ്ഞു, കുറച്ച് വിടുവായത്തവും അല്പബുദ്ധിയും ഉണ്ടെന്നേയുള്ളൂ. ആൾ ഉപകാരിയ. പാത്രനെ പിടിക്കാൻ പോകാനൊക്കെ അവനും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ നടന്ന് ഗിരീഷിന്റെ വീടിന് മുന്നിൽ എത്തിയിരുന്നു. എടാ ഗിരീഷേ, കണ്ണൻ ഉറക്കെ വിളിച്ചു. എടാ, വിളിച്ചുകൂവി നാട്ടുകാരെ മുഴുവൻ അറിയിക്കരുത്. നന്ദിനിയുടെ കാര്യം കൂടി നീ ഓർക്കണം. ഒരു പെണ്ണിന്റെ ജീവിതം വച്ചാ നിങ്ങളൊക്കെ കളിക്കുന്നത്. നന്ദു കണ്ണനെ ഓർമ്മിപ്പിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ ഗിരീഷ് ഇറങ്ങി വന്നു. ആ, നിങ്ങളോ? ഗിരീഷ് ചിരിച്ചു. കണ്ണൻ ഗിരീഷിന്റെ അടുത്തേക്ക് ചെന്നു. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? കണ്ണൻ ചോദിച്ചു. ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? വാ, നമുക്ക് നിന്റെ റൂമിലിരുന്ന് സംസാരിക്കാം. കണ്ണൻ അവന്റെ തോളിൽ കൈവച്ചു. അതെ, പുറത്തുനിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. ആരെങ്കിലും കേൾക്കും. നന്ദു വീടിന്റെ അകത്തേക്ക് കയറി. സംശയഭാവത്തോടെ ഗിരീഷും നന്ദുവിന്റെ പിന്നാലെ നടന്നു. അതിനു പിന്നിലായി കണ്ണനും. റൂമിലെത്തിയ പാടെ കസേരകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഗിരീഷ് പറഞ്ഞു, ഇരിക്കാനല്ല, തല്ലാനാ വന്നത്. കണ്ണൻ പറഞ്ഞു. ഗിരി ഭയപ്പാടോടെ കണ്ണനെ നോക്കി. നീ ശബ്ദമുണ്ടാക്കാതെ സഹകരിച്ചാൽ ഇക്കാര്യം പുറത്താരും അറിയില്ല. നന്ദു പറഞ്ഞു. എന്തിനാ എന്നെ തല്ലുന്നത്? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഗിരീഷ് ഭയത്തോടെ ചോദിച്ചു. തെറ്റ് ചെയ്തത് നീയല്ല, നിന്റെ നാക്ക്. കണ്ണാ, ഇവന്റെ നാക്ക് പിഴുതെടുക്ക്. നന്ദു മുണ്ട് കയറ്റി കെട്ടി. എടാ, ചാത്തൻമലയിൽ കൊണ്ടുപോയി നിനക്ക് വാറ്റ് വാങ്ങി തന്നത് ഞാനാ. ഗിരീഷ് നന്ദുവിന്റെ സപ്പോർട്ട് കിട്ടാനായി പറഞ്ഞു. അതൊക്കെ ശരിയാ, പക്ഷെ അതുകൊണ്ട് നീ കാണിക്കുന്ന തെണ്ടിത്തരത്തിനൊക്കെ കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല. നന്ദു തീർത്തു പറഞ്ഞു. ഞാൻ എന്തു തെണ്ടിത്തരമാ കാണിച്ചത്? ആദ്യം അതൊന്ന് പറ. ഗിരീഷിന് കാര്യമെന്താണെന്ന് അപ്പോഴും പിടികിട്ടിയിരുന്നില്ല. കണ്ണൻ ഗിരിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു, നീ എന്തിനാടാ എനിക്ക് നന്ദിനിയോട് പ്രേമമാണെന്ന് പറഞ്ഞു പരത്തിയത്? ഗിരിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ശ്വാസം കിട്ടാതെ അവൻ ചുമച്ചു. പറയടാ. കണ്ണൻ മുരണ്ടു.